ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മക്കൾ മൂലം വിഷമം അനുഭവിക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട്. പലരും വിളിച്ച് കരഞ്ഞിട്ട് പറയാറുണ്ട് കേട്ടോ, കുട്ടികളിങ്ങനെ വഴി തെറ്റിയിട്ടാണ് പോകുന്നത്, വളരെ ബുദ്ധിമുട്ടിലാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, അതൊക്കെ ഒന്ന് നേരെയായി കിട്ടാനായിട്ടെന്ന്. അപ്പം അത്രയും സങ്കടം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ കുട്ടികളാകുമ്പോഴാണ് നമുക്ക് അവരെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞാലേ പിന്നെ ഇവരൊന്നും പറയണത് കേൾക്കാനായിട്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചു എന്ന് വരില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. അതിനെ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നത് വേണം. അപ്പോൾ വലുതായി കഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു രീതിയിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ചെറുപ്പകാലം മുതലേ കുറച്ച് കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർ പക്വതയില്ലാതെ, അതായത് ബുദ്ധിശൂന്യത അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ കൊണ്ട്, ബുദ്ധിമോശം കൊണ്ടൊക്കെ കുഴിയിലൊക്കെ വീണു പോകും. അങ്ങനെ വീണതിന് ശേഷമായിരിക്കും മനസ്സിലാകുക, ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, അച്ഛനമ്മമാർ പറഞ്ഞാൽ കേട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ചിലർക്ക് ഒരു ബോധോദയുണ്ടാകും. ചിലർക്കാണെങ്കിലും അങ്ങനെ സംഭവിക്കില്ല. അപ്പം അച്ഛനമ്മമാർക്ക് തന്നെ തോന്നും, ഒന്ന് അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, അപ്പം ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് മുതിർന്നവർക്കും തോന്നും. അപ്പം ഇതൊന്നും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇതിനേക്കാളൊക്കെ മുൻപ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് പരിശീലിപ്പിക്കാം. അതായത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട കുറച്ച് ഗുണങ്ങളുണ്ട്. അതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഈശ്വര ചിന്തയും കൂടെ ഇവർക്ക് ശീലിപ്പിക്കണം. ഈശ്വരനോട് കൂടെ അല്ലെങ്കിൽ ഈശ്വരനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് വേണം ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കുട്ടികൾ തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ, ചെറുപ്പം മുതലേ ഭഗവാനെ അറിഞ്ഞ് വളരുന്നവർക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, അപ്പോൾ കുട്ടികളാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയും. അപ്പോൾ കുട്ടികൾക്കൊരു സമാധാനമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനായിട്ട് നമുക്ക് താങ്ങായിട്ട് തണലായിട്ട് മാതാപിതാക്കൾ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാകും. ഇതേപോലെ തന്നെയാണ് ഭഗവാനും. അത്തരത്തിലുള്ള ബന്ധമാണ് കുട്ടികൾക്ക് ഭഗവാനുമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് മാതാപിതാക്കളുടെ കടമയാണ്. അവരാണത് ശീലിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം പേരൻസിൻ്റെ അടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകാം. മുതിർന്നു വരുന്ന ആ ഒരു പ്രായത്തിനിടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അവർക്ക് എന്തായാലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ഭഗവാൻ സംരക്ഷിക്കും. ഭഗവാൻ മനസ്സിലിരുന്ന് പറയും, ഇങ്ങനെ ചെയ്യണ്ട, ഇത് പ്രശ്നമാകും, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരുടെ മനസ്സിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ മുന്നിലെ ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് ഭഗവാൻ നിന്നിട്ടൊന്നും ആവില്ല പറയുക. അവരുടെ ചിന്തകളിലൂടെയാണ് ഭഗവാൻ അത് പ്രയത്നിക്കുക, അല്ലെങ്കിൽ ചിന്തകളിൽ കൂടെയാണ് അത് പ്രവർത്തിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഭഗവാൻ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെന്ത് വേണം? ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈശ്വര ചിന്തയോട് കൂടിയിട്ട് കുട്ടികളെ അതിനെ വളർത്തണം എന്നാണ് പറയുക. അത് മാതാപിതാക്കൾ ആരാണോ കുട്ടികളെ നോക്കുന്നത് അവർ ചെയ്ത് ശീലിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. അതുകൂടാതെ എങ്ങനെ കുട്ടികളെ ഈശ്വരനുമായിട്ട് അടുപ്പിക്കാം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് അതവർക്ക് ഭഗവാൻ നൽകിയിരിക്കും. അത് ഉറപ്പാണ്. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഉറപ്പുണ്ട്. അതിനെന്ത് ചെയ്യണം? ഭഗവാനെ വിളിക്കുക തന്നെ ചെയ്യണം. പ്രശ്നമുണ്ടായ ഭഗവാനെ വിളിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം എങ്ങനെയൊക്കെയാണ് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഭഗവാന്റെ ചിന്തകൾ, ഈശ്വര ചിന്തകളൊക്കെ നമുക്ക് ശീലിപ്പിക്കാനായിട്ട് സാധിക്കുക. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുൻപ് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഉണ്ണിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭഗവാനും വെണ്ണക്കുടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെണ്ണക്കുടം അങ്ങനെ എടുത്ത് പിടിക്കുക, കയ്യിൽ പിടിച്ചിരിക്കുക അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, എന്താ ഭഗവാൻ വെണ്ണക്കുടം എടുത്തിട്ട് ഇരിക്കാത്തേ, ഇരുന്ന് കഴിക്കാത്തേ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴിതാ ഇന്നലെ ഭഗവാൻ വെണ്ണക്കുടം കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളും ചെറിയ ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അത്ര ചെറിയ ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. കയ്യിലൊരു വെണ്ണക്കുടവും ഭഗവാന് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല രസമായിട്ടിരുന്നിട്ട് വെണ്ണയുണ്ടെന്ന ഭഗവാനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. 3 തിരുമുടിമാലകളുണ്ട് ഭഗവാനെ. ആ 3 ഒരേപോലത്തെ
അതിൽ തെച്ചിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇടകലർന്നിട്ട് കോർത്തിരിക്കുക കേട്ടോ. ആ മൂന്നും ഒരേപോലത്തെ അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഉണ്ടമാലയുണ്ട്. അതിൽ ചുവപ്പ് വെള്ള ചുവപ്പ് വെള്ള, അത് തെച്ചി നന്ദ്യാർവട്ടം ഇങ്ങനെ കോർത്തിട്ട്, പിന്നെ തുളസി തെച്ചി കോർത്തിട്ട്, പിന്നെ തെച്ചി നന്ദ്യാർവട്ടം അങ്ങനെ കോർത്തിട്ട് ഒറ്റ മാലയേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു മാല. എന്ത് ഭംഗിയാണെന്നറിയോ അത് കോർത്തിരിക്കുന്നത് കാണാനായിട്ട്, ആ കളറൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. ഇതിന് നടുക്ക് ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ, അതായത് കുഞ്ഞുമാലകള് കുഞ്ഞുണ്ണികൃഷ്ണൻ. ഭഗവാന് നല്ല ഭംഗിയിൽ യശോദാമ്മ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പീലിത്തിരുമുടിയൊക്കെ ഉണ്ട്, 3 പീലികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കാണാം. നെറ്റിയിൽ വലിയൊരു ഗോപി തിലക. അപ്പോൾ അതിൻ്റെ തിളക്കം നന്നായിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ പൂക്കളുടെ, ഈ മാലകളുടെ കോർത്തിരിക്കുന്ന പൂക്കളുണ്ടല്ലോ, ഈ പൂക്കൾക്കനുസരിച്ച് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. അപ്പോൾ ഈ മൂന്ന് തിരുമുടിമാലകൾ ഒരേപോലത്തെ ആയതുകൊണ്ടും ആ തെച്ചി നന്ദ്യാർവട്ടം ആ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടും ഒരു ഭംഗി, ഒരു പ്രത്യേക ചന്തം അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ഗോപിതിലകാണ്, കാതുപൂക്കളുണ്ട്. പിന്നെ ഭഗവാന്റെ ബാക്കിയുള്ള ആഭരണങ്ങളുണ്ടല്ലോ, അതായത് കൈവളകൾ, തോൾവളകൾ, അരയിലെ കിങ്ങിണി, കാലിലെ ആ പാദസരം, അതെല്ലാം എങ്ങനെയാണെന്നറിയോ? ചുവന്ന പട്ടുകൊണ്ടാണ്. ആ സ്വർണ്ണ തിളക്കായിരുന്നില്ല, ചുവന്ന പട്ടുകൊണ്ടാണ് ഇതൊക്കെ ചാർത്തിയിരിക്കണത്. അപ്പോൾ അതൊരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മടിയിൽ വെണ്ണക്കുടൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല സുഖമായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അത് നമുക്കിങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നും. കുട്ടികളൊക്കെ ഇങ്ങനെ ഭക്ഷണം തനിയത്, ചെറിയ കുട്ടികളാണ് കേട്ടോ, അവരിങ്ങനെ വാരി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. മുഴുവനായിട്ട് അത് വായിലേക്ക് എത്തൊന്നുമില്ല, കുറേയൊക്കെ അവിടെ കളഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, കുറച്ചൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ വെച്ച് തേച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും അത് കാണാനൊക്കെ ഒരു പ്രത്യേക കൗതുകമാണ്. അപ്പം അങ്ങനെ ഒരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തോന്നിയിരുന്നത്. അതിന് സുന്ദരനായിട്ടുള്ള ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഭഗവാനെ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ വെണ്ണക്കണ്ണനായിട്ടിരിക്കുന്ന പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിയെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഗണപതിക്ക് ഇന്നലെ മഞ്ഞുടയാടെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഞ്ഞേനെയായിരുന്നു കേട്ടോ. അത് സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ളത്. കഴുത്തിലൊരു സ്വർണ്ണമാലയുണ്ട്. പിന്നെ അതിന് ചുവടെയായിട്ട് കഴുത്തിൽ തന്നെ 2 ഭാഗത്ത് ഒരു 2 സ്വർണ്ണപ്പൂക്കൾ, ഈ ഭാഗത്ത് 2 സ്വർണ്ണപ്പൂക്കൾ. നെറ്റിയിൽ ഒരു ചന്ദ്രകലയുണ്ട്, ഒരു സ്വർണ്ണ പൊട്ടുമുണ്ട്. പിന്നെ കിരീടം തട്ടുതട്ടായിട്ട് ചെറിയതാട്ടോ. കഴിഞ്ഞ ദിവസം നല്ല നീളത്തിലുള്ള, കുറച്ച് ഉയരത്തിലുള്ളതായിരുന്നു. ഇന്നലെ അത്രയ്ക്കില്ല, ഒരു ചെറിയ തട്ടുതട്ടായിട്ട് കിരീടം ചാർത്തിയിട്ട് അതിന് പുറകിൽ ഒരു മാല കൊണ്ടൊരു പ്രഭാവലയും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഗണപതിക്ക് ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ അലങ്കാരമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമുട്ടുള്ളൂ. ഇനി ഭഗവതിയുടെ അലങ്കാരം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഭഗവതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നലെ മഞ്ഞ നിറത്തിലാണ് ഉടയാട കേട്ടോ. അതിൽ ഈ മുകൾ ഭാഗത്തൊന്നും കാണാനില്ല, നിറയെ പുഷ്പങ്ങൾ കൊണ്ട് മൂടിയിട്ടേ. ഈ താഴെ എത്തിയപ്പോൾ ഞാൻ ഏതാ കളറെന്ന് കാണാണ്ട് വരേണ്ടി വരുമോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു ഭാഗം മഞ്ഞ കളറിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് കേട്ടോ. കാതിലെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം സാധാരണ വെക്കുന്നിടത്ത് ഒരെണ്ണം അതിന് മുകളിലും, പിന്നെ ഇങ്ങനെ താഴേക്ക് നിറയെ സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ട് അതൊരു മാല പോലെയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. പിന്നെ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നെറ്റിയിലൊരു പൊട്ടുണ്ട്. അത് ചന്ദനം കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ബോൾ പോലെ ഒരു ഉണ്ട വെച്ചിട്ട് അതൊരു പ്രത്യേക രീതിയിൽ അങ്ങനത്തെ ചന്ദനം കൊണ്ട് തന്നെയായിരുന്നു പൊട്ടുണ്ടായിരുന്നത് കേട്ടോ ഭഗവതിക്ക്. പിന്നെ ഒരു ചെറിയ കിരീടമുണ്ട് സ്വർണ്ണ നിറത്തിൽ, അതാണ് ശിരസ്സിൽ ചാർത്തിയിരിക്കുന്നത്. അപ്പം അതായിരുന്നു ഭഗവതിയുടെ ഇന്നലത്തെ അലങ്കാരം. എല്ലാവരും ആ അലങ്കാരമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി കുട്ടികൾക്ക് ഈശ്വര ചിന്ത ഉണ്ടാകാനായിട്ട് ചെറുപ്പം മുതലേ അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മുതിർന്ന കുട്ടികളെ ഇനി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലർ മാത്രമേ ആ വഴിക്ക് വരുള്ളൂ. അത് വളരെ അപൂർവമായിട്ട്, പക്ഷെ കൂടുതൽ പേരും വരില്ല. അവർക്ക് അതിനൊന്നും നേരില്ല. അതിൻ്റെയൊക്കെ ശ്രദ്ധ, ആ പ്രായമൊക്കെ അവരെ കടന്നിട്ടുണ്ടായിരിക്കും. അപ്പം നന്നേ ചെറുപ്പത്തിൽ അവർ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്വയം അവർ ചെയ്തോളും. കുറച്ചൊക്കെ നമുക്ക് നിർബന്ധിക്കേണ്ടി വരുള്ളൂ ചെറിയ കുട്ടികൾക്ക്. കാരണം ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം, ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ അവരത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ വീട്ടിൽ കുട്ടികളുള്ളത് കൊണ്ടാണ് കേട്ടോ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അവരത് ശ്രദ്ധിക്കും, എന്നിട്ട് അവർ അതേപോലെ ചെയ്യും. അപ്പോഴാണ് നമ്മൾ അതിശയിച്ചു പോവുക, ഇതെങ്ങനെ ഇവർ മനസ്സിലാക്കിയത്? കാരണം നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ്, അത്രയും കോൺസെൻട്രേഷൻ ഉള്ള കുട്ടികളാണ്, അത്രയും ശ്രദ്ധയാണ് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുക. അതെല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, അത്രയും ശ്രദ്ധ ഉള്ള സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവരതിങ്ങനെ അവരുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകും.
അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വേണ്ട കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് നാമജപം. അത് കുട്ടികളെ ശീലിപ്പിക്കുക. ഇത് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ, അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രാമരാമാന്നോ കൃഷ്ണ കൃഷ്ണാന്നോ നാരായണ നാരായണനോ ഒക്കെ അവരെ കൊണ്ട് ശീലിപ്പിക്കാം. അപ്പോൾ അവർക്ക് പറയാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ. എന്നാലും പറ്റുന്ന പോലെ അവർ ചെയ്യും. അപ്പോൾ രാവിലെ വൈകിട്ട് എപ്പോഴാണോ വിളക്ക് കൊളുത്തുന്നത് ആ സമയത്ത് എപ്പോഴാണോ നാമം ജപിക്കാനായിട്ട് മുതിർന്നവരിരിക്കുന്നത് ഇവരെയും അവിടെ ഇരിക്കാനായിട്ട് വിളിക്കാം. ചിലപ്പോൾ വിളിച്ചാലൊന്നും വരില്ല. പിന്നെ ക്രമേണ അവർ വരും. ഇപ്പം വേറെയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ ഇരുന്നിട്ട് വെറുതെ വന്നിരിക്കാനായിട്ട് അവർ വരും. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുമ്പോൾ ക്രമേണ ആ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ അതൊരു ഭാഗമായിട്ട് മാറും. അപ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നാമജപം കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കും. ഈ നാമജപത്തിൻ്റെ ശക്തി അത് എത്രത്തോളം ഉണ്ടെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അത്രയും വലുതാണ് നാമജപത്തിൻ്റെ ശക്തിയൊക്കെ. കാരണം ഒരു നാമം ജപിച്ചാൽ പോലും ശക്തി ലഭിക്കുമെങ്കിൽ ഒരുപാട് എല്ലാ ദിവസവും ചെയ്യുന്നവർക്ക് അത് നമുക്ക് തോന്നും. ചിലവർക്ക് ഞാൻ ഇത്രയും നാമം ജപിക്കുന്നുണ്ടല്ലോ, ഭഗവാൻ കാണില്ലല്ലോ എന്നൊക്കെ. എല്ലാം ഭഗവാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. ആ ചിന്തയിൽ തന്നെ നാമം ജപിക്കുക, കുട്ടികളെ കൊണ്ട് അത് ശീലിപ്പിക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മുതിർന്നവർ ചെയ്യുന്നത് അവർ കാണണം എന്നാൽ മാത്രമേ അവരെ ചെയ്യുള്ളൂ. പിന്നെ കുഞ്ഞു കുഞ്ഞു കീർത്തനങ്ങളൊക്കെ കുട്ടികൾക്ക് പാടിക്കൊടുക്കുക, അവരെ കൊണ്ട് അവർക്ക് പഠിപ്പിക്കുക. പിന്നെ തൊഴിക്കുക, അതായത് വീട്ടിൽ തന്നെ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഭഗവാനെ തൊഴിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവധി ദിവസങ്ങളിൽ അച്ഛനമ്മമാരോ ആരെങ്കിലുമൊക്കെ കൂടെ ക്ഷേത്രത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക. അപ്പോൾ ഈ പഠിച്ച കീർത്തനങ്ങൾ അവരെ കൊണ്ടൊക്കെ പാടിക്കുക, പറ്റുന്ന പോലെ മതി. നാമം ജപിപ്പിക്കുക, അവിടെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വയ്ക്കുക. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും പ്രദക്ഷിണം വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്, ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ മഞ്ചാടിയൊക്കെ സമർപ്പിക്കുക, മഞ്ചാടിയൊക്കെ വാരിക്കുക. അങ്ങനെ കുറുമ്പുണ്ടാകും, കുസൃതി ഉണ്ടാകും, വികൃതി ഉണ്ടാകും എന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് ഇതൊക്കെ കുട്ടികൾക്ക് വേണമല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെ ഗുരുവായൂരപ്പൻ്റെ ഒപ്പം മഞ്ചാടിക്കുരു വാരുന്നവർക്ക് നല്ല വികൃതിയേ ഉണ്ടാകുള്ളൂ. കാരണം ഈ വികൃതികൾ തന്നെ നല്ലതുമുണ്ട് അപകടകരമായിട്ടുള്ളതുമുണ്ട്. പക്ഷേ ഭഗവാനോട് കൂടെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല വികൃതികൾ ഉണ്ടാകുള്ളൂ, അപകടമൊന്നുമില്ലാത്ത വികൃതികളായിരിക്കും. കാരണം ഭഗവാന്റെ ശ്രദ്ധ അവിടെയുണ്ട്, അതാണ് പ്രത്യേകത. അപ്പോൾ കുറുമ്പ് കൂടുന്ന വെച്ചിട്ടൊന്നും മഞ്ചാടി വാരിക്കരുത്. കുറുമ്പ് കൂടണം, കുട്ടികൾക്ക് കുറുമ്പ് ഉണ്ടാകണം. ആ ഒരു പ്രസരിപ്പ്, ആ ഒരു ഉഷാറൊക്കെ കുട്ടികൾക്ക് വേണം. അത് അവരുടെ പ്രായത്തിൽ വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മഞ്ചാടിയൊക്കെ വാരിപ്പിക്കുക. പിന്നെ വേണ്ടത് നമസ്കരിപ്പിക്കുക. കുട്ടികൾക്ക് നമസ്കാരം ശീലിപ്പിക്കുക. അപ്പോൾ വീട്ടിലാണെങ്കിലും എവിടെയാണോ ഭഗവാനെ തൊഴുന്നത് അവിടെ തൊഴുന്നതിന് ശേഷം നമസ്കരിക്കാൻ പറയുക കുട്ടികളുടെ അടുത്ത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് മുതിർന്നവരെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് നമസ്കരിക്കുന്ന ഒരു രീതിയാണ്. മുതിർന്ന പുരുഷന്മാരാണെങ്കിൽ നിവർന്ന് കിടന്നിട്ട് സാഷ്ടാംഗ നമസ്കാരമാണ്. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ക്ഷേത്രത്തിൽ വരുമ്പോഴും അവർക്കത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരത് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ തൊഴാൻ പോകുമ്പോൾ ചിലപ്പോൾ ശുക്രനും അല്ലെങ്കിൽ കുഞ്ഞാവിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ശുക്രനാണെങ്കിൽ എൻ്റെ ഒപ്പം നമസ്കരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്നറിയോ, വിഷ്ണു നമസ്കരിക്കും. വിഷ്ണു നമസ്കരിക്കുമ്പോൾ സാഷ്ടാംഗ നമസ്കാരമാണല്ലോ. അപ്പോൾ കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ വിഷ്ണുവിൻ്റെ മുതുകിൽ കയറിയിരിക്കും. എന്നിട്ട് ഞങ്ങളെയൊക്കെ നോക്കും. അതെന്തോ ഒരു കളിക്കാനുള്ള ആ ഒരു രീതിയും കൂടി ആയിട്ടാണ് അത് കാണുന്നത്. അപ്പൊ നമസ്കരിക്കും, അതൊക്കെ ശരിക്കും ചെയ്യും, എന്നിട്ട് പിന്നെ ഇങ്ങനെയും ചെയ്യും. എന്നിട്ട് അവിടെ പിന്നെ ആളുകൾ ഉണ്ടാവില്ല, അവരൊക്കെ നോക്കിയിരുന്ന് ചിരിക്കും ഇതിന്റെ കുറുമ്പ് കണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ അവരത് ചെയ്യാനായിട്ട് ശീലിക്കും. ഇപ്പൊ കുഞ്ഞാവയാണെങ്കിൽ മാധവാണെങ്കിൽ ആളും വരും കേട്ടോ. ചിലപ്പോൾ നമസ്കരിക്കാൻ പറഞ്ഞാൽ അവിടെ ബലം പിടിച്ച് നിൽക്കും. കാരണം അത്രയ്ക്കല്ലേ പ്രായമായിട്ടുള്ളൂ, അറിയില്ല. ചിലപ്പോൾ അവിടെ കിടക്കും. അത് നമസ്കാരം ഒന്നുമല്ല, വെറുതെ കിടക്കും. ഏത് ദിശയിലേക്കാണെന്നൊന്നുമില്ല. കാരണം കിടക്കുകയാണ് വിഷ്ണു ചെയ്യണത്. കുട്ടിയുടെ സങ്കല്പത്തിൽ കിടക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ കിടക്കുന്നതായിട്ട് കാണാം. അത്രയേ ഉള്ളൂ, അത്രയേ വേണ്ടൂ. അവർക്കൊക്കെ അത്രയേ വേണ്ടൂ. പിന്നെയാണ് അവര് ശരിക്കും നമസ്കരിക്കാനൊക്കെ ആയിട്ട് പഠിക്കുക. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശയന പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മുതിർന്നവർ ചെയ്യുമ്പോൾ അവർക്ക് എത്തില്ല. അപ്പോൾ ഓടി വന്നിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് പിന്നെ ഉരുളുന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ കാണാം. ഇതൊക്കെ ആ പ്രായത്തിൽ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് ബുദ്ധി ഉറച്ചു വരുന്ന, അത് കൂടി വരുന്ന സമയത്ത്, അവരുടെ പ്രായം കൂടി വരുന്ന സമയത്തൊക്കെ അവരിത് ശരിക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെയ്യ് സേവിപ്പിക്കാം. നെയ്യ് ജപമൊക്കെ ഷീട്ടാക്കിയിട്ട് അല്ലെങ്കിൽ നെയ്യൊക്കെ ജപിച്ച് വാങ്ങിയിട്ട് അത് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുക. ഭഗവാന്റെ പ്രസാദങ്ങളൊക്കെ കഴിപ്പിക്കുക. കാരണം സദ്ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് നല്ല ബുദ്ധി ഉണ്ടായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുക എന്ന് മാത്രമല്ല, ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കണ്ടേ. കാരണം ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചോദ്യപേപ്പർ വന്നു കഴിഞ്ഞാൽ അതിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്,
ചെയ്യേണ്ടത്? അതവിടെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമുക്ക് ഒരു സന്ദർഭത്തിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, അത് ഇന്നതാണ് ചെയ്യേണ്ടത് നമുക്ക് തോന്നിപ്പിക്കണ്ടേ? ആ തോന്നിപ്പിക്കലിനാണ് സദ്ബുദ്ധി ഉണ്ടാകുക എന്ന് പറയുന്നത്. ആ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യം കാര്യങ്ങൾ കൃത്യം സമയത്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് ഭഗവാൻ ഉള്ളിൽ ഇരുന്നിട്ട് തോന്നിപ്പിക്കുള്ളൂ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധിയെ എന്താ ചെയ്യേണ്ടത്? നന്നാക്കുക. ആ നന്നാക്കുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് സദ്ബുദ്ധിയെ കൊണ്ട്. നെയ്യ് പൊതുവെ ബുദ്ധി ഉണർത്താനായിട്ട് നല്ലതാണ്. അത് ഭഗവാന്റെ നെയ്യാണെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാകും. നല്ല നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ചിന്തയിൽ വരും. പിന്നെ കുട്ടികൾക്ക് ഈ ഭജനകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു ഭജന പാടുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഒപ്പം ഇരുത്തിയിട്ടൊക്കെ അത് പാടിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഇപ്പോൾ ദീപാരാധന സമയത്തൊക്കെയാണ് ക്ഷേത്രത്തിൽ വരുന്നതെങ്കിൽ ദീപം കൊളുത്തുമ്പോൾ ഒരു തിരിയെങ്കിലും കുട്ടികളെ കൊണ്ട് കൊളുത്തിപ്പിക്കുക. അത് മുതിർന്നവർ ചെയ്യുമ്പോൾ കുട്ടികൾ ചെയ്ത് കാണും. അങ്ങനെ മാത്രമേ അവർക്കത് പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ചെയ്ത് കണ്ടാൽ മാത്രമേ ഇവർക്ക് മനസ്സിലാകുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചസാരയ്ക്ക് നല്ല മധുരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരു കുട്ടിക്ക് ഒരു 10-18 വയസ്സ് വരെ പഞ്ചസാരയെ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അതിൻ്റെ മധുരം എന്താണ്, അതിൻ്റെ രുചി എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കൾക്ക് ഇതിൻ്റെ രുചി ഇന്നതാണ് മകനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ കുറേ ഒരു 10-12 ദിവസം ഇരുന്നിട്ട് പ്രഭാഷണം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് മധുരമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ കുട്ടിക്ക് ഇത് മനസ്സിലാകില്ല. പകരം എന്ത് ചെയ്യണം? ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അവൻ്റെ വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മനസ്സിലാകും ഇത് മധുരമാണ്, ഇതാണ് പഞ്ചസാരയ്ക്ക് മാധുര്യം, പഞ്ചസാരയുടെ മാധുര്യം ഇതാണെന്ന് ആ കുട്ടിക്ക് അപ്പോഴേ മനസ്സിലാകുള്ളൂ. അതായത് പറഞ്ഞത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുക തന്നെ വേണം കുട്ടികൾക്ക്. പിന്നെ ക്ഷേത്രങ്ങളിലെ നാമജപമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാം. ഇത് ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പങ്കെടുപ്പിക്കുക. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പണ്ട് കാലത്താണ് എൻ്റെ ഗുരുനാഥൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാമജപത്തിന് നിറയെ കുട്ടികളുണ്ടാവും. ഒരു ഹോൾ നിറയെ കുട്ടികളുണ്ടാവുന്നു. അവരുടെ അമ്മമാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 3 കിലോ പഴമൊക്കെ കൊണ്ടുവന്നാൽ ഒരാൾക്ക് ഒരു പഴം കിട്ടുന്ന രീതിയിൽ അത്രയധികം കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പാക്കറ്റ് മിഠായി ഉണ്ടെങ്കിൽ 3 ദിവസം കൊടുക്കാം. അതും കുട്ടികൾക്കല്ല, അതായത് മുതിർന്നവർക്ക്, പേരൻസേ ഉണ്ടായിരിക്കുള്ളൂ. കുട്ടികളെ ഒന്നും കിട്ടാനില്ല. കുട്ടികളൊന്നും ക്ഷേത്രത്തിലേക്ക് വരുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് 100 കാര്യങ്ങളാണ്. നല്ല തിരക്കാണ്. സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് ട്യൂഷന് പോകണം, പിന്നെ അവർക്ക് കളിക്കാൻ പോലും സമയമില്ല. കളി എന്ന് പറയുന്നത് ഇപ്പോൾ മൊബൈൽ ഫോണിലായിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റം. സ്കൂളിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. ട്യൂഷന് പോകുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമല്ല. അത് ഓപ്ഷണലാണ്. പണ്ടൊന്നും എല്ലാവരും ട്യൂഷന് പോയിട്ടൊന്നുമല്ല ചെയ്തിരുന്നത്. പക്ഷെ മാർക്കാണ് കൂടുതൽ കിട്ടേണ്ടത്, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ ആകില്ല എന്ന് ഒരാളും മനസ്സിലാക്കുന്നില്ല. ഈ പാരൻസ് നന്നായി മാർക്ക് സ്കോർ ചെയ്യുന്നവരാണോ എന്ന് ആദ്യം നോക്കിയിട്ടല്ല കുട്ടികൾ. കാരണം ഇവർക്ക് പലർക്കും പല രീതിയിലായിരിക്കും അവരുടെ കഴിവുകൾ. അപ്പോൾ ഒരു പഠിക്കുക എന്നുള്ള കഴിവാവില്ല ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക, വേറെ എന്തെങ്കിലും നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് ഇനി ഇതിൻ്റെ കൂടെ നാമജപത്തിനും കൂടെ നീ പോകണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രഷർ കൂട്ടല്ല വേണ്ടത് കേട്ടോ. കുട്ടികളൊക്കെ നല്ല തിരക്കില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനുള്ള സമയം കൂടെ അവർക്ക് കണ്ടെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുസ്തകവും പേനയും അങ്ങനെയൊക്കെ സമർപ്പിക്കാം കേട്ടോ. അതേപോലെ തന്നെ വായിക്കാനായിട്ട് ബാണയുധമൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക്. നല്ല ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കാം. അത് കുഞ്ഞുണ്ണികളൊക്കെ ആണെങ്കിൽ പൂതനാമോക്ഷം വായിക്കാം കേട്ടോ. അത് കുട്ടികളല്ല, അമ്മമാർ മുതിർന്നവർ ആരെങ്കിലുമൊക്കെ വായിക്കുന്നത്, ഈ കുട്ടികളെ തൊട്ട് വായിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടാണത്. പിന്നെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് വായിക്കാം? ബാലലീലയൊക്കെ വായിക്കാം. അതൊക്കെ നല്ലതാണ്. പിന്നെ നന്നായി, അതായത് സ്കൂളിൽ പോകുന്ന പഠിക്കുകയാണ്. അത് ഇനിയിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജീവിതത്തിലെ വിജയം കൈവരിക്കണം, ആ ഒരു മേഖലയിലെത്തി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ബാണയുധമൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പുസ്തകവും പേനയൊക്കെ കൊണ്ടുപോയിട്ട് ഭഗവാനെ സമർപ്പിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ വഴിപാടുകളായിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ മാതാപിതാക്കൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാതാപിതാക്കൾ നാമം ജപിച്ചാലും അത് കുട്ടികൾക്ക് നല്ല ഫലങ്ങളാണ് ഉണ്ടാക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് സോറി പറയാനായിട്ട് ശീലിപ്പിക്കണം. അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, ഒരാളുടെ കാലിൽ അറിയാതെ ചവിട്ടി, നമ്മൾ മുഖാന്തരം എന്തെങ്കിലും ഒരു വിഷമിച്ചിട്ടില്ലെങ്കിൽ കൂടെ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റ് മനസ്സിലാക്കാൻ ആദ്യം പഠിപ്പിക്കണം, അത് പറഞ്ഞു കൊടുക്കണം. ക്ഷമ പറയാനായിട്ട് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം.
അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളല്ല വലുത്, നമ്മൾ വലിയവരേ അല്ല, നമ്മൾ ചെറിയവരാണ്, നമ്മൾ താഴെ നിൽക്കണം എന്നുള്ള ആ ഒരു ഉപദേശമാണ് കുട്ടികൾക്ക് ക്ഷമ പറയുന്നതിലൂടെ. നമ്മൾ വലിയവരേ അല്ല. അപ്പോൾ ആ കുട്ടികൾക്ക് അഹങ്കാരം ഉണ്ടായിരിക്കില്ല, സോറി പറയുന്ന കുട്ടികൾക്ക്. അതേപോലെ തന്നെ താങ്ക്സ് പറയാൻ പഠിപ്പിക്കുക, നന്ദി പറയാനായിട്ട് പഠിപ്പിക്കുക. എന്ത് കാര്യങ്ങൾ, ആര് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും അവരെടുത്ത് താങ്ക് യു പറയുക. അപ്പോൾ ഈ പറയുന്ന കുട്ടിക്കും ഒരു സന്തോഷമാണ്, കേൾക്കുന്നവർക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതായിട്ടാണ് അനുഭവപ്പെടുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വളരെ ചുരുക്കിയിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഭഗവാനോടൊപ്പം തന്നെ വളരാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.